ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ നല്ല അടിപൊളി എപ്പിസോഡാണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വരാൻ പോണത് കേട്ടോ. നമ്മുടെ വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വരാൻ പോണു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. പുതുതായിട്ട് വരുന്ന മുത്തുമണീസൊക്കെ നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന സീരിയലിൻ്റെ ആ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലെത്തും. അങ്ങനെ നമ്മുടെ വൈജയന്തി ഡിസ്ചാർജായി വരികയാണ്. നേരെ നമ്മുടെ വൈജയന്തിയുടെ സഹോദരങ്ങളായ ആങ്ങളമാരൊക്കെ നമ്മുടെ ശിവശങ്കരനും ഗംഗാധരനും മുൻകൈ എടുത്ത് അവർ തങ്ങളുടെ പെങ്ങളുടെ കാര്യത്തിന് ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കുകയാണ്. കാരണം എല്ലാ കാര്യവും അവൾ പറയണ പോലെ അങ്ങനെ വാശിയും വീറും കാണിച്ചു എന്ന് പറഞ്ഞ് സാധിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയും കടുംപിടുത്തമൊന്നും ഒരു പെണ്ണ് നടപടിയാവണ കേസല്ല. അങ്ങനെ ഗംഗാധരനും നമ്മുടെ ശിവശങ്കരനും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. ഒപ്പം നമ്മുടെ മനു ഉണ്ട് കേട്ടോ. കാരണം ഒരു കുടുംബം മുഴുവൻ ചിന്ന ഭിന്നമായി പോകാനുള്ള ഒരു കാരണം തങ്ങളുടെ പെങ്ങൾ കാരണം ഉണ്ടാവാൻ പോണു. അതിനൊരിക്കലും വഴി ഒരുക്കില്ല ഉള്ളത് അവർ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വൈജയന്തിയുടെ ഡിസ്ചാർജിനെ സംബന്ധിച്ച് അവർ രണ്ടുപേരും ശിവശങ്കരനും ഗംഗാധരനും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ രേവതിക്കുട്ടിയുടെ ഫാമിലിയെ കണ്ടായിരുന്നു. നമ്മുടെ രേവതിക്കുട്ടിയുടെ അച്ഛനും അച്ഛനും ഒക്കെ വന്നു. രേവതിക്കുട്ടി താമസിക്കുന്ന വീടും അതുപോലെ ഗ്രേസമ്മയും മാമച്ചനെയൊക്കെ കണ്ട് സംസാരിക്കാൻ പറ്റി. അത് മാത്രമല്ല നമ്മുടെ കുര്യച്ചൻ വന്നു. കുര്യച്ചൻ്റെ മുമ്പിൽ രേവതിക്കുട്ടിയുടെ അച്ഛനെയും അച്ഛനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സീനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും തൻ്റെ അച്ഛൻ ഇത്രയും ഭേദപ്പെട്ട് തന്നെ കണ്ടതിന് ശേഷം രേവതിക്കുട്ടിയുടെ അച്ഛൻ നമ്മുടെ ജയദേവനാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, പേര് മറന്നുപോയി. രേവതിക്കുട്ടിയുടെ അച്ഛൻ നന്നായിട്ട് നല്ല രീതിയിൽ സുഖം പ്രാപിച്ച് ആ പുള്ളിക്ക് നടക്കാനൊക്കെ പറ്റി, യാത്ര ചെയ്യാനൊക്കെ പറ്റി. അത്രയും നല്ലൊരു കാര്യമൊക്കെ നടന്നു. അപ്പോൾ രേവതിക്കുട്ടിയുടെ ജീവിതം ഒരുവിധം ഹാപ്പിയാണ്. പക്ഷേ മാമച്ചൻ്റെ കേസിൽ മാത്രം രേവതിക്കുട്ടിയുടെ സങ്കടം മാറിയിട്ടില്ല. കാരണം ഹെൽത്തി മാമച്ചന് ഇപ്പോൾ ഓക്കെ അല്ല. കാരണം 2 ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നതിൽ രേവതിക്കുട്ടിക്ക് ഒരുപാട് സങ്കടമൊക്കെ ഉണ്ട്. കാരണം ഇവർ കറക്റ്റായിട്ട് മെഡിസിൻ ഒന്നും എടുക്കാണ്ട് തോന്നിയ പോലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത്. അങ്ങനെ ഏകദേശം ആ ഒരു സീൻ അതൊക്കെ കാണിച്ച് നിർത്തുകയാണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ വൈജയന്തിയുടെ സീന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വൈജയന്തിയുടെ മനസ്സിൽ എന്തെന്ന് വെച്ചാൽ ഡിസ്ചാർജായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ചു, അവരെ വീട്ടിൽ പോയി നിന്നു എന്നുള്ളതൊന്നും വേണ്ട. സോ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഇനിയിപ്പോൾ മക്കൾ വന്നില്ലെങ്കിൽ കൂടിയും വൈജയന്തി എന്തായാലും ആ വാടക വീട്ടിലോട്ട് എന്തായാലും മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു തീരുമാനത്തിലാണ് വൈജയന്തി ഇരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഡിസ്ചാർജ് ദിവസം എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ശിവശങ്കരനും ഗംഗാധരനും കൂടെ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഈ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈജയന്തി ഡിസ്ചാർജിൻ്റെ ബില്ലും കാര്യങ്ങളെല്ലാം അടച്ച് ബാക്കി ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് തൻ്റെ ആങ്ങളമാർ പറഞ്ഞ കണ്ടോ, ഇപ്പോഴെങ്കിലും എത്തിയോ, എന്തായാലും കണ്ടതിൽ വൈജയന്തിക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷമൊക്കെ തോന്നി, അവരെങ്കിലും വന്നല്ലോ എന്നുള്ളൊരു ഇതിൽ. അങ്ങനെ പോകാനുള്ള കാര്യങ്ങളും ഫോർമാലിറ്റീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൈജയന്തി ഇരുന്നപ്പോഴാണ് അവർ വന്നത്. അപ്പോൾ അവർ പറഞ്ഞ് എന്നാൽ പിന്നെ നമുക്ക് പോവാം, എൻ്റെ വണ്ടിയിൽ പോകാമെന്ന് ഗംഗാധരൻ പറഞ്ഞ് വൈജയന്തിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ വൈജയന്തിയുടെ കാൽക്കുലേഷൻ എന്താണ്, മക്കളെ ആരെങ്കിലും കൂട്ടി നേരെ വാടക വീട്ടിലോട്ട് അങ്ങോട്ട് മാറാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വൈജയന്തി ഇരിക്കുന്നത്. പക്ഷേ വൈജയന്തിനെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പോകുന്ന എങ്ങോട്ടാണ്, നെടുമ്പുരയ്ക്കൽ വീട്ടിൽ. കാരണം തൻ്റെ കൈതയ്ക്കൽ മാളിക വീട്ടിൽ കൈതയ്ക്കൽ കുഞ്ഞിരാമൻ്റെ മോള് ഒരു അനാഥയെ പോലെ നടക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതിനൊരു തീരുമാനം എടുത്തത് കൊണ്ട് തന്നെയാണ് 3 ആങ്ങളമാർ, അതിൽ 2 പേരെ ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ളൂ. അവർ 2 പേരും കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു വാടക വീട്ടിൽ പോയി കിടക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അവൾക്ക് സ്വന്തമായ ഒരു ഭർത്താവുണ്ട്, സ്വന്തമായ 3 മക്കളുണ്ട്, ഒരു വീടുണ്ട്. ആ വീട്ടിലുള്ള കഴിയൽ മതി. അല്ലാണ്ട് അവളെ തന്നിഷ്ടപ്രകാരമുള്ള ഒരു ജീവിതമൊന്നും ഇനി വിളയാടണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെ അവരിയ്ക്കുകയാണ്. അങ്ങനെ കാറിലൊക്കെ കയറി വൈജയന്തി പോകാനായിട്ട് എല്ലാം റെഡിയായി. അവർ കൊണ്ടുപോകാനുള്ള ലഗേജും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് ഡിസ്ചാർജും കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് അവർ ഹോസ്പിറ്റലിൽ നിന്ന് പോവാണ്.
അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അലീന വീട്ടിലെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. കാരണം എന്തായാലും വൈജയന്തി വരും, അമ്മ വരും എന്നുള്ളതറിയാം. എന്തായാലും താൻ ജീവിതത്തിലെ ഇനിയിപ്പോൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വൈജയന്തി ഒരു സാധാ രീതിയിലല്ലായിരിക്കും ഇനിയിപ്പോൾ ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നാലും. കാരണം വൈജയന്തി ഇത്രയും നാൾ കാണിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ ഇരട്ടി ദേഷ്യവും വൈരാഗ്യവും എല്ലാം അലീനയോട് കാണിക്കും. കാരണം എന്ന് വെച്ചാൽ ആ അലീനയെ പോലുള്ളൊരു ആ വീട്ടിലുണ്ടെങ്കിൽ ഇനി താൻ ഈ പടി ചവിട്ടില്ല എന്ന് ശപഥം ചെയ്തിട്ടാണ് വൈജയന്തി അന്ന് അവിടെ നിറങ്ങുന്നത്. ആ സമയത്താണല്ലോ ആക്സിഡൻറ്റ് പറ്റുന്നത്. അങ്ങനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അലീനയ്ക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ, എന്തായാലും എന്ത് വന്നാലും നേരിടാൻ താൻ തയ്യാറായിട്ട് തന്നെ നിൽക്കണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ മനസ്സിലെടുക്കുകയാണ്. ആ സമയം നമ്മുടെ കൃഷ്ണമോൾ വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ വരുന്നതിൽ അലീന ചേച്ചിക്ക് എന്തെങ്കിലും പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ചിട്ടോ കാര്യമുണ്ടോ മോളെ? വരുന്നത് എന്താണെങ്കിലും ഞാൻ നേരിടാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ് എന്നുള്ളത് അലീന നമ്മുടെ കൃഷ്ണമോളോടത്ത് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന വൈജയന്തി എന്നെയും കൂട്ടി കാറിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തിയുടെ വിചാരം വൈജയന്തി പ്ലാൻ ചെയ്തതുപോലെയുള്ള കാര്യങ്ങളാണ്. ആ സമയത്താണ് നമ്മുടെ മനു വിളിക്കുന്നത്. അപ്പം മനു വിളിച്ചിട്ട് ആൻറ്റി ഡിസ്ചാർജ് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആടെ മോനെ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെന്ന് പറയാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻറ്റി, എന്തായാലും ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുമെന്നുള്ളതൊക്കെ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ മനു കൊള്ളുന്ന കണക്കുള്ള കുറച്ച് ഡയലോഗൊക്കെ അടക്കിയാണ്. അപ്പോൾ വൈജയന്തി സംസാരിച്ചു. എന്നിട്ട് വൈജയന്തി ഫോൺ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മനു എന്നെ വിളിച്ചിട്ടേ ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞ് എനിക്ക് അവൻ കുറേ ഉപദേശങ്ങളൊക്കെ തന്നു വെച്ചു, അതെന്താണെന്ന് എനിക്ക് കാര്യം മനസ്സിലായില്ല എന്നിങ്ങനെ പറയണം. ആ സമയത്താണ് നമ്മുടെ ഗംഗാധരനും ശിവശങ്കരനും പറയുന്നത്, അതെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നെടുമ്പുരയ്ക്കൽ വീട്ടിലാണ്. എന്ത് നെടുമ്പുരയ്ക്കൽ വീട്ടിലോ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് അത് പറയണത്? വൈജയന്തി ചോദിക്കുകയാണ്. അതെ നിൻ്റെ ഇഷ്ടപ്രകാരം നിൻ്റെ തോന്നിവാസത്തിന് ഇനി ഞങ്ങൾ നിന്നെ വിടുന്നില്ല. നിൻ്റെ ഭർത്താവും മക്കളുമുള്ളൊരു വീട് നിനക്ക് സ്വന്തമായിട്ടുണ്ട്. ആ വീട്ടിൽ പോയി നീ താമസിച്ചാൽ മതി. നിൻ്റെ തന്നിഷ്ടപ്രകാരം എവിടെയെങ്കിലും വാടകയ്ക്ക് കിടക്കലൊന്നും ഇനി നടപടിയാവില്ല എന്ന് തന്നെ നമ്മുടെ ശിവശങ്കരനും ഗംഗാധരനും പറയുകയാണ്. വൈജയന്തിക്ക് അങ്ങോട്ട് കൊണ്ടിളകിയില്ലേ ദേഷ്യം. ആ പുഴുത്ത പിഴച്ചവൾ ആ വീട്ടിലുള്ളിടത്തോളം കാലം ഈ വൈജയന്തി ആ വീട്ടിൽ ഇനി കാലുകുത്താനോ? അതിന് ഇനി വൈജയന്തി ഒന്നുകൂടെ ജനിക്കണം. നീ ഒന്നുകൂടെ ജനിക്കുകയോ രണ്ടാമത് ജനിക്കുകയോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്, അതനുസരിച്ചിട്ടേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളത് ഇങ്ങനെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ. വൈജയന്തി വിടുമോ? വൈജയന്തിയുടെ പിടുത്തം വിടുക. കാരണം എന്താണെന്ന് വെച്ചാൽ വൈജയന്തി അവളുടെ മുന്നിൽ ചെന്നിട്ട് അവളുടെ അത് എവിടെയോ കിടന്ന ഒരുമ്പെട്ടവളെ കൊണ്ടുവന്ന് വീട്ടിൽ പാർപ്പിച്ചിട്ട് അവളുടെ കീഴിൽ പോയി ഞാൻ നിൽക്കാൻ, ഞാൻ പെണ്ണല്ലാണ്ടിരിക്കണം. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, അതെ നിൻ്റെ അഭിമാനത്തെക്കുറിച്ചൊന്നും നീ പറയണ്ട. 10-22 വർഷം മുന്നേ നിൻ്റെ ജീവിതത്തിലുള്ള അഭിമാനമൊക്കെ അന്ന് അതൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുക. അതെ നിങ്ങൾ കുറേ രണ്ടുപേരും ശിവേട്ടനും ഗംഗേട്ടനും എന്നെ കുറേ ആയിട്ട് പേടിപ്പിക്കുന്നുണ്ടല്ലോ. 22 വർഷം മുന്നേ നിങ്ങളുടെ അടുത്ത് ഞാൻ ആവശ്യപ്പെട്ടു എന്നെ വേറൊരു വിവാഹം കഴിപ്പിക്കാൻ? ഞാൻ ആവശ്യപ്പെട്ടു? ഇല്ലല്ലോ. നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച ഒരു ആളെ കൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് കല്യാണം വേണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നില്ലല്ലോ. അതും പറഞ്ഞ് നിങ്ങൾ എന്നെ പേടിപ്പിക്കണ്ട. എൻ്റെ ശിവശങ്കരൻ പറഞ്ഞു, നീ അധികം വലിയ ഇതൊന്നും കാണിക്കണ്ട. ഏതെങ്കിലും ഒരു സമയത്ത് ബാലചന്ദ്രൻ ഈ 22 വർഷം മുന്നേ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു വാർത്ത അറിയുകയാണെങ്കിൽ ഉള്ള അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ അയാൾ അറിയുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ കെട്ടിത്തൂങ്ങി ചാവുമെന്ന് പറഞ്ഞു വൈജയന്തി. അത് കേട്ടപ്പോൾ ശിവശങ്കരനും ഗംഗാധരനും മുഖത്തോട് മുഖം നോക്കണം കേട്ടോ. കാരണം വൈജയന്തി ആ മാതിരി കിടന്ന് തിളക്കിയാണ്. എന്ന് വെച്ചാൽ തൻ്റെ കയ്യിൽ നിൽക്കാത്ത രീതിയിലുള്ള എന്ന് വെച്ചാൽ തനിക്ക് പിടുത്തം വിടണം. അവിടെ നേരെ ചെന്ന് അവിടെ കാല് കുത്തേണ്ടി വരിക എന്നുള്ളത് വൈജയന്തി ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യം. വൈജയന്തി മനസ്സിൽ പോലും അത് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇവർ മല്ലായിട്ട് വൈജയന്തിനെ അവിടെ കൊണ്ടുപോകണമെന്ന് ഓർക്കുമ്പോൾ വൈജയന്തിക്ക് ആകെ ഒരു ടെൻഷനും ആകെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണ്. എന്തായാലും നമ്മുടെ അലീന രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. കാരണം രോഹിത്തിൻ്റെ അവസ്ഥ ഈ ആ സാഹചര്യത്തിൽ രോഹിത്തിനെ ഉപേക്ഷിച്ച് പോകാൻ, തൻ്റെ അനുജനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. പിന്നെ ബാലചന്ദ്രൻ ഒരിക്കലും അലീനയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞും വിടില്ല. അലീന പോകണമെന്ന്
നിർബന്ധം പിടിച്ചാലും ബാലചന്ദ്രൻ ഒരിക്കലും വിടത്തുമില്ല. അപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ ആകെ എല്ലാം രണ്ടും ഭയങ്കര ലെവലിൽ പോവാണ്. ഒരു വശത്ത് രോഹിത്, ഒരു വശത്ത് വൈജയന്തി, ഒരു വശത്ത് അലീന. ഇതെല്ലാം നേരിടാൻ കണക്കാക്കി ബാലചന്ദ്രനും, അതായത് വൈജയന്തി വരികയാണെങ്കിൽ സ്വന്തം ഭാര്യ എന്നുള്ളൊരു സ്ഥാനം പോലും ബാലചന്ദ്രൻ കൊടുക്കില്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളടുത്ത്. പിന്നെ അലീനെ ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്നൊരാഗ്രഹത്തോടെയാണ് വൈജയന്തി പറഞ്ഞെങ്കിൽ അത് ഇപ്പോഴേ അങ്ങ് ഇറക്കി വെച്ചേക്കാൻ പറഞ്ഞു. ആ ഒരു കാര്യം ഒരിക്കലും നടപടിയാവില്ല എന്നുള്ളതും ബാലചന്ദ്രൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം ബാലചന്ദ്രൻ്റെ രണ്ട് കണ്ടീഷൻ അതാണ്. അപ്പം മൊത്തത്തിൽ സിറ്റുവേഷൻ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം ഇനിയുള്ള ദിവസങ്ങളിൽ അലീന നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ വൈജയന്തിയിൽ നിന്ന് എന്തൊക്കെയാണെന്നോ, അതോ ഇനി വൈജയന്തി എന്തൊക്കെ പ്രശ്നങ്ങൾ സ്വമേധ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നതിന് ഒറ്റപ്പെട്ട രീതിയിൽ വൈജയന്തി എന്തൊക്കെ നേരിടേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. പക്ഷേ കൃഷ്ണമോളും ഒരു കാര്യം അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, അലീന ചേച്ചി ഞാനും ഈ ബബിത ചേച്ചിയും കൂടെ നമ്മളെ കൂടെ നിൽക്കുകയാണെങ്കിൽ അമ്മയുടെ ഒരു കളിയും നടക്കില്ല. കാരണം രോഹിത് ഏട്ടൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എന്തായാലും ആ ഒരു രീതിയിലാണ്. അത് നമ്മളിപ്പോൾ എന്തായാലും നോക്കണ്ട. അപ്പോൾ നമ്മൾ മൂന്നുപേരും ഒരു കൈയായിട്ട് നിൽക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് എന്തായാലും അമ്മയുടേതായിട്ടുള്ള ഒരു ഡിസിഷനൊന്നും അമ്മ എടുക്കില്ല എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏതൊക്കെ രീതിയിൽ വരുമെന്നുള്ളത്. വൈജയന്തി എന്തൊക്കെ കാൽക്കുലേഷനിലാണ് ഇരുന്നത്, പക്ഷേ വരാൻ പോകുന്ന അവസ്ഥ ഇത് നെടുമ്പുരക്കൽ വീട്ടിൽ. പക്ഷേ അവസാനം ഇതിൽ ഇനിയിപ്പോൾ വരുന്നത് നെടുമ്പുരക്കൽ വീട്ടിൽ വരികയും അലീന വന്ന് ഡോറ് തുറക്കുമ്പോൾ വൈജയന്തി അലീനയെ നോക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. മാസ് സീനാട്ടോ അതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവൾ അലീനയോട് പറയുന്നുണ്ട്, ഒരു കുടുംബം മുഴുവൻ കുളം തോണ്ടിയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ അവൾ എന്ന് പറയാം. അപ്പം അലീന അതിന് തക്ക രീതിയിൽ മറുപടി എടുക്കുന്നുണ്ട്. ആ ഒരു കുടുംബം മുഴുവൻ കുളം തോണ്ടാൻ കാരണം ആരാണെന്ന് സ്വമേധ ആ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കാനും അലീനയും ഡയലോഗൊക്കെ താത്ത രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വശത്ത് രോഹിത്തിൻ്റെ മാനസികാവസ്ഥ, രോഹിത്തും നോർമലായി വരുന്നേ ഉള്ളൂ. അപ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ അലീനയ്ക്ക് രോഹിത്തിൻ്റെ ഭാഗത്തുനിന്ന് രോഹിത്തിനെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവൻ ആ ഒരു മൈൻഡ് നോർമലായി വന്നിട്ടില്ല. ഒരു വശത്ത് അവൻ്റെ പനിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ മഴതോറും മുമ്പ് സീരിയൽ ഏതൊക്കെ ഒരു ലെവലിലാണ് പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സ്റ്റാർ ബട്ടണായ ഹൈപ്പും കൂടെ കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ടാറ്റാ.